നമ്മളെന്നുള്ളത് കോയമ്പത്തൂർ ഓൾഡ് കാർ മ്യൂസിയത്തിലാണ് കേട്ടോ. ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കാണാത്ത കാറുകളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വിശദമായിട്ട് തന്നെ ഒന്ന് പരിചയപ്പെട്ടാലോ. നമ്മൾ മാലിക്കിനോട് നിർത്തിയിട്ടുണ്ട്. ഈ കാണുന്ന കേട്ടോ GD മ്യൂസിയം, അതായത് ഓൾഡ് കാറുകളെ ഒരു ഗോഡൗൺ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു മ്യൂസിയം ആണെന്നാണ് നമ്മൾ പറഞ്ഞു കേട്ടോ. ഒരു കുട്ടിക്കും നമുക്ക് 2 പേർക്കും കേട്ടോ 250 രൂപ ടിക്കറ്റ് ഫീ. 2 ആളുകൾക്ക് മാത്രമേ ടിക്കറ്റ് എടുത്തിട്ടുള്ളൂ. 3.5 വയസ്സായതുകൊണ്ട് മോനിക്ക് ടിക്കറ്റ് ഇല്ല കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ കയറി അതുപോലത്തെ ഒരു യന്ത്രം കാണാം കേട്ടോ. അതിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ബോള് പല ദിശയിലേക്കും. ടൈമിംഗ് ബോളാണ്. കറക്റ്റ് ടൈമിന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാർ മ്യൂസിയത്തിൻ്റെ എൻട്രൻസിലേക്ക് കയറുമ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ. ഒരുപാട് ടോയ്കൾ വിൽക്കുന്ന ഷോപ്പ്. ഇവിടെ ബുള്ളറ്റിൻ്റെ ഒക്കെ ഒരു നിര തന്നെ ഉണ്ട്. കാർ മ്യൂസിയത്തിൻ്റെ എൻട്രൻസിലേക്ക് കടന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പുറത്തുനിന്ന് കണ്ട ഒരു ചതുര കട്ടിങ്ങൊക്കെ കൂടിയായിട്ടുള്ള ഒരു ഏരിയ ഉണ്ടല്ലോ, അവിടേക്കാണ് ഇപ്പോൾ നമ്മൾ എത്തിയത്. വാച്ച് ഇട്ടിക്കണേ, പൊന്നൂസ് വാച്ച്, ജെസ്സി വാച്ച് ഇട്ടിക്കണേ, ഞാനും വാച്ച് ഇട്ടിട്ടാ. ഇവിടെ നിന്ന് തന്നെ തുടങ്ങണേ നമ്മൾ വിസ്മയിപ്പിക്കുന്ന കാഴ്ചകൾ കേട്ടോ. വീലെങ്ങനെ വന്നു എന്നുള്ളതിൻ്റെ ഒരു ഇത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മൊത്തം ആദ്യം മരത്തിൻ്റെ വീല് വന്ന്, പിന്നെ മറ്റേത്, പിന്നെ അങ്ങനെ കയറി വന്നു എന്നുള്ളത് കറക്റ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ ആദ്യത്തെ വണ്ടി കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒരുപാട് കാറുകളെ ഫോട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. 1914 വീല്, 1717 വീല് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളൊരു ട്രാക്ക് കേട്ടോ. അവിടെ 1835 ഇവിടെ ഇങ്ങനെ ഒരു സ്ക്രീനിൽ എല്ലാ കാര്യങ്ങളും കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ മൊത്തത്തിൽ 1854, 1803 ഇങ്ങനെ കയറി പോവാണ് കേട്ടോ. വീലിൻ്റെ കാര്യങ്ങളൊക്കെ 1899, 1904, 1888, 1897, 1913 ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അതാ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കമ്പി ഉണ്ടല്ലോ, ഈ കമ്പിൻ്റെ അപ്പുറത്ത് കിടക്കാൻ പാടില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടോ. വേറൊരു മോഡൽ കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ തന്നെ അങ്ങോട്ട് തുടിക്കുകയാണ് മനസ്സ്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഗ്ലാസ്സൊക്കെ നോക്കണേ, വൈഫർ കാര്യങ്ങളൊക്കെ നോക്കണേ. ഡീറ്റെയിൽ കറക്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വണ്ടിയുടെ പകുതിയായി മുറിച്ചിട്ട് കാണാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിന് ചേസിലാണ് ചെയ്യണത്, പ്ലാറ്റ്ഫോമല്ല. നല്ല ബോഡി സ്ട്രെങ്ത് ഉള്ള വണ്ടിയാണ്. ഇങ്ങനെ പ്രത്യേകതരം കളർ വരെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കേട്ടോ. ഇഞ്ചിനും കാര്യങ്ങളൊക്കെ ബാക്കിലാണ് വരുന്നത്. ഇതൊരു വണ്ടിയാണിത്. അതിൻ്റെ ഡീറ്റെയിൽ മൊത്തം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു കുഞ്ഞ 2 വണ്ടികൾ കേട്ടോ. നമ്മൾ അംബാസഡർ, പത്മിനി അതൊക്കെയുള്ള സാധനങ്ങളെ പോലത്തെ 2 വണ്ടികൾ. അതാട്ടോ ഒരു രാജാവ് ഇരിക്കണേ. ഓ എന്താ ലെങ്ത്ത് നോക്കിയിട്ടാ. 2 വണ്ടിയുടെ നീട്ടുണ്ട്. നമ്മളെ കേരള വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. KL 08L 8383 ഡോറൊക്കെ തുറന്ന് വെച്ചിട്ട്. നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്ന ഒരു ജപ്പാൻ മരുതിട്ടാ. ഒരു 85 കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന രാജാവിനെ കണ്ടിട്ടോ. 1910 ഇഞ്ചിൻ്റെ സാധനങ്ങളാട്ടോ ഈ കാണുന്നത്. ബെൽറ്റ് കാര്യങ്ങളൊക്കെ മൊത്തം ഇഞ്ചിന് കാര്യങ്ങളൊക്കെ ഉള്ളതാണ് കേട്ടോ. ഇത് എഞ്ചിനുകളും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് സംഭവം ചലിച്ചുകൊണ്ടേയിരിക്കുന്ന ടൈമിങ് കറക്റ്റായിട്ട്. വണ്ടിപ്രേമി തീർച്ചയായിട്ടും ഇവിടെ വന്ന് കാണണം കേട്ടോ. ഗിയർ ബോക്സ് കാര്യങ്ങളൊക്കെ ഇതവിടെ 1929 ഒരു എഞ്ചിനും കാണുന്നുണ്ട് കേട്ടോ. അംബാസഡറിൻ്റെ ഒരു വേർഷൻ തന്നെ ഇവിടെ പബ്ലിസിറ്റി ചെയ്തിട്ടുണ്ട്. ഒരു കുട്ടി വണ്ടി ചുമരുമ കയറ്റിങ്ങനെ ഒരുപാട് പഴയ മോഡൽ വണ്ടികളെ കാണുന്നുണ്ട് കേട്ടോ. ഒക്കെ കുഞ്ഞു വണ്ടികളാണെന്നുള്ളതാണ്. ഒരു കുഞ്ഞ വണ്ടി DLV, പുറത്തത് വേറൊരു വണ്ടി, വണ്ടിയുടെ ഒരു ലോഗാണ് കേട്ടോ. സൈഡിൽ തട്ടെ വേറൊരു ഐറ്റം വണ്ടി. അതിൻ്റെ നിർമ്മിതി കാര്യങ്ങൾ ഡീറ്റെയിൽ മൊത്തം അവിടെ കൊടുത്തിട്ടുണ്ട്. തമിഴ്നാട് കളക്ഷൻ വണ്ടി, അതിൻ്റെ ഡീറ്റെയിൽ മൊത്തം അവിടെ കേട്ടോ. ഇങ്ങനെ ഒരുപാട് വണ്ടികൾ കാണുന്നുണ്ട്. ഇതൊക്കെ ഇപ്പോൾ ന്യൂജനാക്കിയിട്ട് ഇറക്കിയിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്ന മോഡലൊക്കെ ഇപ്പോൾ ന്യൂജനിൽ കുറേ വന്നിട്ടുണ്ട്. വേറൊരു ഐറ്റം വണ്ടി കേട്ടോ, തിളങ്ങി നിൽക്കണേ വേറൊരു അടിപൊളി വണ്ടി. നല്ല ഹൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ.
ഈ പ്രഭു എന്ന് പറയുന്ന ഒരാളെ വണ്ടിയാണ് കേട്ടോ. പാർലമെൻറ്റ് ഓഫ് മെമ്പറായിട്ടുള്ള ഒരാളതായിരുന്നു. വണ്ടിയുടെ ബാക്കാണ് കേട്ടത്. ഒരു മഞ്ഞക്കിളി, അതും നമ്മളെ കേൽ വണ്ടിയാണ്. മോഡൽ 2010 കേട്ടോ. വേറൊരു കുഞ്ഞൻ വണ്ടി, ബൈക്കിൻ്റെ 2 കളക്ഷൻ. ഇതാ വണ്ടിയുടെ ഒരു ഫ്രണ്ടേജ് ഇവിടെ നിന്നാണ് വരുന്നത്. ഇത് കണ്ടാണെങ്കിൽ അത്രയും ക്വാളിറ്റി ഉള്ള വണ്ടി, മെയിൻറ്റെയിൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ വീലൊക്കെ അത്രയും ക്വാളിറ്റിയിൽ. റോട്ടും ഓടിയിട്ടില്ല തോന്നുന്നു, അങ്ങനെ ഉണ്ട്. പറഞ്ഞ രാജാവ് അതിന് നീളം നോക്കുകയാണെങ്കിൽ ഇത് KL വണ്ടിയാണ് കേട്ടോ. KL1 ആണ്. അതെ ബെൻസിൻ്റെ വേറൊരു വണ്ടി, ഒരു ബെൻസിൻ്റെ കേരള വണ്ടി, ഫുള്ള് 7 സീരീസിൽ 11 കേട്ടോ. വേറൊരു വണ്ടി വൈറ്റ് കളറിൽ. എന്നറിയാം നിരത്തിലിങ്ങനെ പടക്കുതിരായിട്ട് പോയിരുന്ന വണ്ടികളാണെന്നുള്ളത് മനസ്സിലാക്കണം. അവൻ്റെ വേറൊരു മോഡൽ കേട്ടോ. അത്രത്തിന് വലിപ്പമില്ല, പക്ഷേ ടയർ കാര്യങ്ങളൊക്കെ വലിപ്പമുണ്ട്. 2 ആൾക്കേ ഇരിക്കാൻ പറ്റുള്ളൂ. അതിനാണ് നിർത്തിയത്, പക്ഷേ ഫോട്ടോ എടുക്കാനുള്ള ഗ്യാപ്പില്ല കേട്ടോ. പൊള്ളി. ഫോർച്യൂണറിൻ്റെയൊക്കെ വലിപ്പമുള്ള ഒരു വണ്ടി കേട്ടോ. 1949 വണ്ടിയാണെന്ന് ആലോചിക്കണം. ഫോട്ടോയിൽ കാണുന്ന ഒരു ആൾ ഡൊണേഷൻ ചെയ്തതാണ് കേട്ടോ ഈ ഒരു വണ്ടി. 1981 വണ്ടിയാണ്. വണ്ടിയിൽ ഈ ഒരു വണ്ടി മാത്രമേ ഉള്ളൂ കേട്ടോ, മോഡിഫൈ കാര്യങ്ങളൊന്നും ചെയ്യാതെ അങ്ങനെ നിർത്തിയിട്ടുള്ളത്. KLT ആണ്, കേരള വണ്ടിയാണ്. ചുറ്റിപ്പട്ടൊക്കെ നോക്കിട്ടോ. ഇവിടെ നിന്ന് കുറച്ച് കുഞ്ഞൻ വണ്ടികളെ കളക്ഷൻ ആട്ടാ. ഈ ഒരു 5 വണ്ടി. ഈ ഫ്രണ്ട് തുറന്നിട്ടിട്ട് കയറിയിരിക്കുക. ഇത് സ്റ്റാറിങ് അവിടെ, സ്റ്റാറിങ് ഒക്കെ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഡോറ് ഫ്രണ്ടിൽ തുറക്കുക, ഉള്ളിൽ കയറിയിരിക്കുക. 4 ആൾക്ക് ഇരിക്കാൻ തോന്നുന്നുണ്ട്. വണ്ടിയിൽ 4 ആൾക്ക് ഇരിക്കട്ടോ. 4 ആൾക്ക് പോകണ വണ്ടി. 3 ടയറുള്ള വണ്ടി കേട്ടോ, ഓട്ടോറിക്ഷൻ്റെ ടയറുമാണ്. അതുപോലെ ഈ ഒരു വണ്ടിക്ക് 3 ടയറേ ഉള്ളൂ കേട്ടോ. സ്റ്റാറിങ് കാര്യങ്ങളൊക്കെ. ബാക്കിലൊരു ടയറും ഫ്രണ്ടിൽ 2 ടയറും. കുഞ്ഞൻ വണ്ടി, 2 ആൾക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം. നമ്മൾ പടക്കുതിരകളെ അടുത്തായിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ ഒരു ബോഡി സ്ട്രെങ്ത് നോക്കുകയാണെങ്കിൽ സ്റ്റെപ്പിന് വെക്കണ ഒരു ഗ്യാപ്പ് നോക്കിയിട്ടാണ് കറക്റ്റായിട്ട് അതിന് വേണ്ടി കൊത്തി ഉണ്ടാക്കി വെച്ചേക്കുക. ഇവിടെ ഇതുപോലെ ഉണ്ട് കേട്ടോ സ്റ്റെപ്പിന് വെക്കാനായിട്ട്. വണ്ടിയുടെ ഒരു ലുക്ക് നോക്കിയിട്ടാണ്. വണ്ടി തട്ടൊരു വണ്ടി നീണ്ടിട്ട് നല്ല നീളമുണ്ട്. എന്താ പറയുക, വേറെ ലെവലൊരു വണ്ടി തട്ടത്. ഹോം മെയ്ഡ് ക്രേസ് ആൻഡ് പോസിറ്റീവ്. വേറൊരു പടക്കുതിര. കളറ് നോക്കിട്ടോ, ഭയങ്കരമായിട്ട് ഇങ്ങോട്ട് എടുത്ത് കാണിക്കേണ്ടത് എന്നുള്ളതാണ്. വണ്ടി ഇതാ നിലമ്പൂരുള്ള ആൾ ഡൊണേഷൻ ചെയ്തതാണ് കേട്ടോ. അതവിടെ നിലമ്പൂരിൽ നിന്ന് കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. നിലമ്പൂർ കേരള. വണ്ടികൾ ഏകദേശം ഒരേ മോഡൽ കേട്ടോ. ഇത് 37 വണ്ടി, ഇത് 47 വണ്ടി. 1968 വണ്ടി. ഫ്രണ്ട് തിരിച്ചിട്ടാണ് ഇത് ഷാർട്ടാക്കൽ തോന്നുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ലിവർ കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. വേറൊരു വണ്ടി, അതിൻ്റെ ഡിസൈനിങ് ആണ് ഭയങ്കര രസം. 1926 വണ്ടി കേട്ടോ. കോയമ്പത്തൂർ ഓൾഡ് കാർ മ്യൂസിയത്തിലിട്ടാണ്. അവിടെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കാണാത്ത ഒരുപാട് കാറുകൾ. കയറി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇങ്ങനെ അങ്ങോട്ട് സ്റ്റെപ്പ് കയറാനിട്ട് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കയറിപ്പോയി നോക്കാം. ഒരു ലോകാണ് കേട്ടോ. കാളവണ്ടിയിലെ വ്യത്യസ്തമായിട്ടുള്ളൊരു വണ്ടി.
പൊളിച്ച് പകുതിയാക്കിയിട്ട് കാണാൻ വേണ്ടിയിട്ട് ഒരുക്കുകയാണ് കേട്ടോ. ഞാനെൻ്റെ ഉൾവശം ഇങ്ങനെയാണ് പകുതി ഭാഗം വരിക. ആയിരത്തി 1930 കാരവാനാണ് കേട്ടോ. ക്യാബിന് വേറെ, ബാക്ക് ബോഡി വേറെ, അങ്ങനെയായിട്ട്. ഗ്ലാസ്സുകളൊക്കെ നോക്കിയിട്ടാ 4 ഗ്ലാസ് ആയിട്ടാണ് വൈഫർ കാര്യങ്ങളൊക്കെ. പിന്നെ ഈ സൈഡത്തെ ഇതൊക്കെ ഭയങ്കരമായിട്ട് ഭംഗിയുണ്ട് കേട്ടോ. ഇങ്ങനെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴാണ് ഇത് രണ്ടാണെന്നുള്ളത് കറക്റ്റ് നമുക്ക് മനസ്സിലാവുക. ഇവിടെ കണ്ടോ ഒരു ഗ്യാപ്പാണ് കേട്ടോ. ചെറിയൊരു ജോയിൻറ്റ് മാത്രമേ ഇട്ടെടുത്തുള്ളൂ സെൻറ്റർ ഭാഗത്തായിട്ട്. മൊത്തത്തിലുള്ള ഡീറ്റെയിൽ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ബാക്ക് കാണാനായിട്ട് നമുക്ക് ഇവിടെ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഈ ഡോറ് തുറന്നിട്ടാണ് ഇവിടെ കയറുക. എന്താ ഇതുപോലെയാണ് ഇതിൻ്റെ ഉൾഭാഗം വരിക. അന്ന് ഇത്രയും സൗകര്യം ഉണ്ടായിരുന്നു കേട്ടോ കാരവാനിൽ, അതാണ് മനസ്സിലാക്കേണ്ടത്. ജനലുകളൊക്കെ നമ്മളെ വീടിന് സമാന്തരമായിട്ടാണ് കേട്ടോ. വിജാവൂരി കാര്യങ്ങളൊക്കെയാണ്. സ്റ്റുഡിയോയിലെ വണ്ടിയായിരുന്നു കേട്ടോ. ഇതിൻ്റെ ടയറിൻ്റെ വലിപ്പം നോക്കുകയാണെങ്കിൽ വണ്ടിയുടെ ബാക്ക് ഭാഗം ഇതുപോലെ കേട്ടോ. ഇതും തിരിച്ച് കറക്കലാണ്, അല്ല തിരിച്ച് ചാട്ടാക്കലാണ് തോന്നുന്നുണ്ട്. ആൾ കയറി വന്ന അതിൽ കയറിയിട്ട് പിന്നെ ഇതിൽ കൂടെ എങ്ങനെ ഉണ്ടാകട്ടെ നമുക്ക് എക്സിറ്റ് വരുന്നത്. ഈ ബൈക്കിൽ കൂടെയാണ് ഇപ്പോൾ ഇറങ്ങി വന്നത്. ആർ മ്യൂസിയത്തിൻ്റെ പുറത്താണ് കേട്ടോ. മനോഹരമായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. ഇത് കട്ടൊക്കെ പൊന്തിച്ചിട്ട് ഹൈറ്റ് കൂട്ടി വെച്ച് കേട്ടോ. അടിഭാഗത്ത് കട്ട കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്.